നമ്മുടെ നാട്ടിൽ മുങ്ങിമരണങ്ങളുടെ എണ്ണം ഓരോ ദിവസം കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികൾ മാത്രമേ നമുക്കും പോയി പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ളവരാണെങ്കിൽ നമുക്ക് മെയിൻലി നല്ല അറിയപ്പെടുന്ന 3-4 പൂൾ ആലപ്പുഴയുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ രാജാ കേശവദാസ് സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ മാവേലിക്കര ആണെങ്കിൽ നമ്മുടെ OSA ഉണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഏറ്റവും മികച്ച പൂളുകൾ ഒരെണ്ണമാണ്. പിന്നെ ആണെങ്കിൽ പഗോഡ റിസോർട്ട് ആലപ്പുഴ, അവിടെ നല്ല പൂള് വരുന്നുണ്ട്. ഇവിടെ എല്ലാം പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്ത് പഠിക്കും. ഏകദേശം ഒരു 2000 ആ റേഞ്ച് മേലോട്ടാണ്, ആ ഒരു റേഞ്ചൊക്കെയാണ് ഏകദേശം വരത്തുള്ളൂ നിങ്ങൾക്ക് കൊച്ചു പിള്ളേർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ പ്രായക്കാർക്ക് പഠിക്കാൻ ആ റേറ്റേ ഉള്ളൂ. പിന്നെ സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു OSAയിലൊക്കെ സെപ്പറേറ്റ് സ്ത്രീകൾക്കായിട്ട് സെപ്പറേറ്റ് വനിതാ കോച്ചുകളും അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇതുപോലെ നീന്തൽ അറിയാതെ പോയി വെള്ളത്തിൽ വീണാണ് കൂടുതൽ നല്ലൊരു ശതമാനം മരിക്കുന്നത്. നീന്തൽ അറിയാൻ കഴിയും ഇവരുടെ മരിക്കാനുള്ള സാധ്യത വളരെ കുറവെന്ന് തന്നെ ഞാൻ പറയാം. അപ്പം പരമാവധി ഈ വേനൽക്കാലത്ത് കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളും ഈ സമയത്ത് പോയി നീന്തൽ പഠിക്കാൻ നോക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാനീ പറഞ്ഞ OSAയുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം. രാജാ കേശവദാസ് സ്വിമ്മിംഗ് പൂളിൻ്റെ നമ്പർ ടാഗ് ചെയ്തേക്കാം. പഗോഡ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ നമ്പർ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വിളിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു സമയത്ത് കുട്ടികളെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ പഠിപ്പിക്കാനൊക്കെ വിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സമയം ഒരു 15 ദിവസം നമ്മളൊരു ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാനും പഠിക്കണമൊക്കെ വേണമെങ്കിൽ എത്ര നാൾ വേണം അവരൊരു കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 15 ദിവസം ഞാൻ പറയാം, ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും പ്രായമായവർക്ക് പോയി നീന്തൽ പഠിക്കാമെന്ന്. 27ാമത്തെ വയസ്സിൽ നീന്തൽ പഠിക്കുമ്പോൾ ഞാനുണ്ട്. അന്ന് വരെ ഞാൻ വെള്ളത്തിൽ പോലും ഇറങ്ങിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പുണ്ട് ഒരുമാതിരി വെള്ളവും പ്രശ്നമൊക്കെ വന്നാലും ഒരുമാതിരി എനിക്ക് നീന്തി വരാൻ പറ്റുമോ എന്നൊരു തോന്നലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പോയി അതേപോലെ നമുക്കൊരു മനസ്സ് വേണം. എല്ലാവരും എന്നോടും ചോദിച്ചതാണ് ഈ 27 വയസ്സൊക്കെ ഉള്ളപ്പോൾ പോയി നീന്തലൊക്കെ പഠിക്കാൻ പറ്റുമോ എന്ന്. ജസ്റ്റ് ഞാനത് എല്ലാവരും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. പക്ഷെ അതുപോലെ നമ്മുടെ വീട്ടിലും ഉള്ള കൊച്ചു കുട്ടികളും പ്രായമായവരും എല്ലാം പോയി പഠിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണെന്നേ പറയത്തുള്ളൂ. ഞാൻ അല്ലാതെ ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരോട് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. വെള്ളത്തിൽ പോയി കളിക്കണ്ടെന്ന് പറഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ നിൽക്കത്തില്ല. അപ്പം അതിനൊരു പരിഹാരം എന്ന വണ്ണം എനിക്ക് തോന്നി ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ ഞാൻ ടാഗ് ചെയ്തേക്കാം.